സെന്ത എങ്ങോട്ട് പോണേ? എടുക്ക് പോണേ? വിസ കൊടുക്കാനോ? വിസ അടിക്കാന്. ഇവിടെ പോവാ കാലിക്കറ്റ്. റെഡി നിൽക്കണം കേട്ടോ പോവാൻ വേണ്ടിട്ട്. ഹായ് പറഞ്ഞേ. ഉറക്കപ്പിരാന്ത് നിൽക്കണേ പോവാൻ വേണ്ടിട്ട്. നേരത്തെ എണീറ്റല്ലേ, സ്കൂൾക്കൊന്നും പോകണ്ട. 4 ദിവസം ലീവായി. 4 ദിവസം ലീവ്. ഹായ് ഹലോ, കൊട്ടക്കൽ വ്ളോഗിൽ നിന്നും റുബീനയാണ് കേട്ടോ. ഇന്നൊരു കുഞ്ഞു വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. ഇൻട്രോയിൽ പറഞ്ഞ പോലെ തന്നെ ഇന്ന് VFS പോവാണ് കാലിക്കറ്റ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ വീട്ടിലേക്ക് എത്തിയതാണ് കേട്ടോ, പുതുപ്പറമ്പ് വീട്ടിലേക്ക്. രാവിലെ 8 മണിയായപ്പോഴേക്കും നമ്മൾ അവിടെ നിന്ന് പോന്നിട്ടുണ്ടായിരുന്നു. അത് രാവിലെയാണ്. പിന്നെ ഇവിടുന്ന് ഒരു 9:30 ആകുമ്പോഴേക്കും പോവാമെന്ന് വിചാരിച്ചു. നമുക്കവിടെ അപ്പോയിൻമെൻറ്റ് ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നത് 11:15 അപ്പോഴേക്കും എത്തുമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ആ ഒരു ടൈം കണ്ടിട്ടാണ് പോകുന്നത് കേട്ടോ. ഡിസംബർ 2 നമുക്ക് ഡേറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇന്നൊരു റെഡ് അലർട്ടും കൂടെ ഉള്ളൊരു ദിവസമായിരുന്നു കേട്ടോ. അതിൻ്റെ ഒരു എന്താ പറയുക ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്താവും, ഏതായാലും പോയി നോക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഇറങ്ങിയതാണ്. പക്ഷേ വിചാരിച്ച മാതിരി വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. മഴ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ഇടയ്ക്ക് മഴ പെയ്യുന്നുണ്ട്, ചെറിയൊരു കാറ്റും. ഇങ്ങനെ ഇരുട്ട് പിടിച്ചൊരു കാലാവസ്ഥയായിരുന്നു കേട്ടോ. അപ്പം ചെറുതായിട്ട് ഇങ്ങനെ മഴയുണ്ട്. ഏതായാലും നമ്മളെല്ലാവരും കൂടി പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിരിക്കുകയാണ്. മഴ പെയ്യുന്നുണ്ട്, ഓക്കെ, മഴ പെയ്യുന്നുണ്ട്, ഉള്ളിൽ കിടക്കേ. നമുക്ക് കൊണ്ടുപോകാനുള്ള ഫയല്, പാസ്പോർട്ട്, ആധാർ കാർഡ്, പിന്നെ ട്രാവൽസിൽ നിന്ന് കിട്ടിയിട്ടുള്ള അപ്പോയിൻമെൻറ്റ് പേപ്പർ 4 ആൾക്കും 4 ഉണ്ടായിരുന്നത്. അപ്പൻ്റെ കയ്യിലായിരുന്നു ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങളൊരു 9 മണി കഴിഞ്ഞപ്പോഴേക്കും വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പോകുന്ന വഴിയിലായപ്പോഴേക്കും നല്ല മഴ ആയിരുന്നു കേട്ടോ. നല്ല ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും നല്ല സുഖം ഉണ്ടായിരുന്നു ആ ഒരു യാത്ര കിട്ടാം. ഒരു പ്രത്യേക ഫീലായിരുന്നു മഴയത്ത് ആ പാട്ടും കേട്ടിങ്ങനെ പോകുന്നത്. അടിപൊളി വൈബായിരുന്നു കേട്ടോ. റേഡിയോ ഒക്കെ ഓണാക്കി അതിൽ വരുന്ന ഈ ഒരു ഫീലിങ്ങിന് വെച്ചിട്ടുള്ള സോങ്സൊക്കെ, അതായത് മഴൻ്റെ സോങ്സൊക്കെ ഇട്ട് അതിൽ ഓരോ അറിയിപ്പുകളും നമുക്ക് ഓരോന്ന് പറഞ്ഞു തന്ന് അതൊക്കെ കേട്ടിങ്ങനെ യാത്ര ചെയ്യാൻ ഒരു പ്രത്യേക സുഖം ഉണ്ടായിരുന്നു. ഒട്ടും ബോറടിപ്പിക്കാത്ത രീതിയിലായിരുന്നു നമ്മുടെ യാത്ര ഉണ്ടായിരുന്നത്. സന്ന നല്ല ഉറക്കമാണ് കേട്ടോ. അവൾ കുറച്ച് നേരത്തെ എല്ലാവരും എണീപ്പിച്ചതുകൊണ്ടാവും അവളും പെട്ടെന്ന് ഇങ്ങനെ കൊണ്ട് ഉറങ്ങിയിട്ടുണ്ട്. അല്ലെങ്കിലും പൊതുവെ വണ്ടിയിൽ കയറി കഴിഞ്ഞാൽ ഒന്ന് ഉറങ്ങുന്ന ഒരാളാണ് കേട്ടോ. ഒരു ക്ഷീണം പോലെയൊക്കെ തോന്നിക്കാറുണ്ട് ആൾക്ക് പോകുന്ന സമയത്തൊക്കെ. അപ്പോൾ നല്ല ബ്ലോക്കാണ്. അപ്പോൾ ഒരുവിധമൊക്കെ നമ്മൾ എന്തായാലും ആ ഒരു സമയത്ത് എത്തില്ലേ എന്നുള്ളൊരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും എല്ലാവരും സമയമായപ്പോഴേക്കും നമ്മൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു 10:30 ആയപ്പോഴേക്കും നമ്മളവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ സ്പോട്ട് എത്തിയിട്ടുണ്ട്. അതിന് മുമ്പായിട്ട് നമ്മളൊരു പമ്പിലങ്ങ് നിർത്തിയതാണ് കേട്ടോ. ആ ഒരു സമയത്താണ് സന്നനെ എണീപ്പിക്കുന്നത്. അങ്ങനെ ടോയ്ലറ്റിൽ പോകാനും കാര്യങ്ങളൊക്കെ ഉണ്ടായപ്പോൾ അങ്ങനെ അവിടെ ഒന്ന് നിർത്തിയതാണ്. അപ്പോൾ നമ്മൾ VFSൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇതൊരു വെയിറ്റിംഗ് ഏരിയയാണ്. ഉമ്മയും ഞാനൊക്കെ ഒരു 10:30 ആയപ്പോഴേക്കും എത്തിയല്ലോ. ബാക്കിയുള്ളൊരു ടൈം ഇനി കുറച്ചും കൂടി ടൈമുണ്ട്. ആ ഒരു സമയത്ത് നമ്മളിവിടെ വെയിറ്റിങ്ങിലാണ്. അപ്പോൾ ഇവിടുത്തെ ഒരു വീഡിയോസ് മാത്രമേ ഇവിടെ എടുത്തിട്ടുള്ളൂ. ബാക്കി ക്യാമറ ഒന്നും അവിടെ അലൗഡ് അല്ല. അപ്പോൾ ഇതിലൊന്നും കൂടുതൽ ഒന്നും എടുത്തിട്ടില്ല. നമ്മൾ ഒരുപാട് സമയം അവിടെ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ അന്ന് തിങ്കളാഴ്ച ആയതുകൊണ്ട് നല്ല തിരക്കാണ്. അപ്പോൾ എന്താ പറയുക, നല്ല തിരക്കാച്ചാലും ഞാൻ 11:15 കയറിയിട്ട് ഒരു എത്തുന്നത് 3:30 കേട്ടോ. അത്രയും ടൈമിക്ക് അവിടെ വെയിറ്റ് ചെയ്തിട്ട് ഇരിക്കേണ്ടി വന്നു. സന്നനെ ഉള്ളിലോട്ട് കൊണ്ടുപോകേണ്ടി വന്നിട്ടുണ്ടായിരുന്നില്ല. 5 വയസ്സിന് താഴെയുള്ള മക്കളുടെ ആവശ്യമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഉമ്മാൻ്റെ കൂടെ അവളെ ഇരുത്തിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അവൾ നന്നായിട്ട് സുഖമായിട്ട് അവിടെ കിടന്നുറങ്ങി. അതുകൊണ്ട് നമ്മൾ ബാക്കിയുള്ള പരിപാടികളൊക്കെ അവിടെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ പ്രോസസ്സിങ് കംപ്ലീറ്റ് ആയതിനു ശേഷമാണ് മക്കളുടെ 2 കണ്ണും അങ്ങനെയൊക്കെ ഓരോ സ്കാനിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മളെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഹൈലൈറ്റ് മാളിലേക്ക് പോവാണ് കേട്ടോ. അതിൻ്റെ ഓപ്പോസിറ്റാണ് ഈ ഒരു ഓഫീസ് വരുന്നത്, VFS.
പിന്നെ അവിടെ കയറാതെ തിരിച്ചു പോകാൻ വയ്യല്ലോ. പിന്നെ ഫുഡും കഴിച്ചിട്ടില്ല, ആകെ ക്ഷീണിച്ചിട്ടോ. എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ ദിവസം? ഒരിക്കലും ഇല്ലേ. ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഹൈലൈറ്റ് മാളിൽ പോകുന്നത്. അതിൻ്റെ ഫ്രണ്ടിൽ കൂടെ എത്ര തവണ പോയിട്ടുണ്ടെങ്കിലും, അതായത് കോഴിക്കോട് ആവശ്യത്തിലേക്ക് വരുമ്പോഴും നമ്മൾ ആവശ്യം കഴിഞ്ഞ് ഇങ്ങോട്ട് തിരിച്ച് പോരുമ്പോഴും സമയം ഒരുപാടായിട്ടുണ്ടാവും. പിന്നെ അങ്ങോട്ട് കയറിയിട്ടുണ്ടായിരുന്നില്ല ഇതുവരെ ആയിട്ട്. പിന്നെ എന്തായാലും അവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് അവിടെ പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഏതായാലും അവിടുന്ന് ഫുഡും കഴിക്കാമെന്ന് വിചാരിച്ചിട്ടോ. മോളാണ് വീഡിയോ എടുക്കുന്നത്, അപ്പോൾ അതിൻ്റേതായ ക്ലിപ്സും കാര്യങ്ങളും അവൾക്ക് അവളുടെ ഒരു മെൻറ്റാലിറ്റിയിലാണ് വീഡിയോ ഒക്കെ എടുക്കുന്നത് കേട്ടോ. ഞാനൊന്നും പിന്നെ എടുക്കാനൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല, അവളെ കയ്യിലായിരുന്നു ഫോണും കാര്യങ്ങളൊക്കെ. അപ്പോൾ അവിടെ പിന്നെ വല്ലാണ്ട് സ്പെൻഡ് ചെയ്തിട്ടൊന്നുമില്ല. ഫുഡ് കഴിച്ചിട്ട് ഞങ്ങൾ അവിടുന്ന് തിരിച്ചു പോരാണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. വീട്ടിൽ പണിക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് ഉപ്പാക്ക് കോളങ്ങനെ വരുന്നതുകൊണ്ട് നമ്മൾ അവിടുന്ന് പെട്ടെന്ന് തിരിച്ചു പോന്നു. ഫുഡ് കഴിച്ചിട്ട് ഏകദേശം ഒരു 5 മണി 5:30 ആയപ്പോഴേക്കും നമ്മൾ അവിടുന്ന് തിരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് തിരിച്ചിട്ടുണ്ടായിരുന്നു. വല്ലാണ്ട് പിന്നെ ട്രാഫിക്കിലൊന്നും വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഒരു 7:45 ആയപ്പോഴേക്കും വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയ അടുത്ത വിശേഷങ്ങളൊക്കെ ആയിട്ട് വീണ്ടും വരാം. ബൈ.